നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ലേൺ ഇംഗ്ലീഷ് വയ ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡ് 5 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറി ദ ആൻഡ് ആൻഡ് ഗ്രാസ് ഹോപ്പർ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ആൻഡ് ആൻഡ് ഗ്രാസ് ഹോപ്പർ, അതായത് ഉറുമ്പും പച്ചക്കുതിരയും. ഈ ഫോട്ടോയിൽ കാണുന്ന ജീവിയാണ് ഗ്രാസ് ഹോപ്പർ അഥവാ പച്ചക്കുതിര. നമുക്ക് കഥ വായിക്കാം. ദ ആൻഡ് ആൻഡ് ദി ഗ്രാസ് ഹോപ്പർ വേർ ഗുഡ് ഫ്രണ്ട്സ്. ആൻഡും ഗ്രാസ് ഹോപ്പറും വേറായിരുന്നു ഗുഡ് ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാരായിരുന്നു. ഇൻ ദി സമ്മർ സമയത്ത്, സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത്. ദ ആൻഡ് വർക്ക്സ് ഹാർഡ്. ഈ പദത്തിനൊരു പ്രത്യേകതയുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് എന്നാണ് ഇതിന് പറയാം. ഈ സെൻറ്റൻസിന് സിമ്പിൾ പ്രസൻറ്റിന് 2 രൂപത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്ന് ചെയ്യുന്നു എന്നുള്ള അർത്ഥം, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കും പറയാറുണ്ട്, അതായത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥം വെക്കുന്നത് ദ ആൻഡ് വർക്ക്സ്, ഉറുമ്പ് വർക്ക് ചെയ്യാറുണ്ട്, ഹാർഡ് കഠിനമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ടു ഫിൽ ഹിസ് സ്റ്റോറേജ്, അവൻ്റെ ശേഖരിപ്പ് സ്ഥലം നിറക്കാൻ. ഫിൽ എന്ന് പറഞ്ഞാൽ നിറക്കുക എന്നർത്ഥം. വിത്ത് ഫുഡ്, ഭക്ഷണം കൊണ്ട്. വൈൽ, അതേസമയം ദ ഗ്രാസ് ഹോപ്പർ വാസ് എൻജോയിങ്, ഗ്രാസ് ഹോപ്പർ എൻജോയ് ചെയ്യുകയായിരുന്നു ദ ഫൈൻ വെതർ, ആ നല്ല കാലാവസ്ഥ. ആൻഡ് പ്ലേയിങ്, കളിക്കുകയുമായിരുന്നു. ഓൾ ഡേ, ദിവസം മുഴുവനും, അല്ലെങ്കിൽ പകൽ സമയം മുഴുവനും എന്നും പറയാം. ഡേ എന്ന് പറഞ്ഞാൽ പകൽ എന്നർത്ഥമുണ്ട്, ദിവസവും എന്നർത്ഥമുണ്ട്. അങ്ങനെ വെൻ വിൻ്റർ കെയിം, വിൻ്റർ വന്നപ്പോൾ, വിൻ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. ദ ആൻഡ് വാസ് ലേയിങ്, നമ്മളിവിടെ വെൻ എന്നുള്ള പദം നേരത്തെ പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് വെൻ. ചോദ്യത്തിന് ഉപയോഗിക്കുമ്പോൾ എപ്പോൾ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ദ ആൻഡ് വാസ് ലേയിങ്, ഉറുമ്പ് ആയിരുന്നു. ലേയിങ്, കിടക്കുകയായിരുന്നു. കോസിലി, സുഖമായിട്ട് കിടക്കുകയായിരുന്നു. ഇൻ ഹിസ് ഹോം, അവൻ്റെ വീട്ടിൽ. തണുപ്പ് കാലമായി. അപ്പോൾ സറൗണ്ടഡ്, ചുറ്റുമുണ്ട്, ചുറ്റപ്പെട്ട അവസ്ഥയിൽ എന്നുള്ള അർത്ഥമാണ് സറൗണ്ടഡ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ മീനിങ്. അപ്പോൾ എന്തിനാൽ എന്നുള്ളതിനാണ് ബൈ ഉപയോഗിക്കുന്നത്. സറൗണ്ടഡ് ബൈ ദ ഫുഡ്, ഭക്ഷണത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട്. സറൗണ്ടഡ് ബൈ സോൾജേഴ്സ്, പട്ടാളക്കാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്. സറൗണ്ടഡ് ബൈ പോലീസ്മെൻ, പോലീസുകാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് എന്ന് പറയും പോലെ ഫുഡിനാൽ ചുറ്റപ്പെട്ടുകൊണ്ട്. ഹീ, എങ്ങനത്തെ ഫുഡാണ് എന്നാണ് പിന്നീട് പറയുന്നത്. ഹീ സ്റ്റോർഡ്, അവൻ ശേഖരിച്ചു വെച്ച. ഡ്യൂറിങ് ദി സമ്മർ സമയത്ത്. ഇപ്പോൾ ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ സമയത്ത്. സറൗണ്ടഡ്, ചുറ്റപ്പെട്ട. അതേസമയം വൈൽ, അതേസമയം ദ ഗ്രാസ് ഹോപ്പർ വാസ്, പച്ചക്കുതിരയായിരുന്നു. ഇൻ ഹിസ് ഹോം, അവൻ്റെ വീട്ടിലായിരുന്നു. എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഹംഗ്രി, വിശന്നുകൊണ്ടും. ആൻഡ് ഫ്രീസിങ്, വിറങ്ങലിച്ചുകൊണ്ടും, തണുത്തുകൊണ്ട് എന്നർത്ഥം. ഹി ആസ്ക്ഡ് ദി ആൻഡ്, അവൻ ആൻഡിനോട് ചോദിച്ചു, ഉറുമ്പിനോട് ചോദിച്ചു. ഫോർ ഫുഡ്, ഭക്ഷണത്തിന്. ആൻഡ് ഗേവ് ഹിം സം. അപ്പോൾ ആൻഡ് ഗേവ് ഹിം, ആൻഡ് കൊടുത്തു. ഗേവ് നൽകുക. ഗേവ് എന്ന് പറഞ്ഞാൽ നൽകി എന്നർത്ഥം. ഹിം, അവൻക്ക് കൊടുത്തു. സം, അല്പം ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോൾ വേറൊരു വിഷയമുണ്ട്, അതാണ് പിന്നീട് പറയുന്നത്. ബട്ട്, പക്ഷേ, ഇറ്റ് വാസിൻറ്റ്, ആ ഭക്ഷണമായിരുന്നില്ല. ഇനഫ്, ഇറ്റ് വാസിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട്, ആയിരുന്നില്ല. ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഭക്ഷണമായിരുന്നില്ല. ഇനഫ്, വേണ്ടത്രയായിരുന്നില്ല. ടു ലാസ്റ്റ്, നിലനിൽക്കാൻ വേണ്ടത്ര ആയിരുന്നില്ല. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക എന്നർത്ഥം. അവസാനത്തെ എന്നുള്ളത് മറ്റൊരർത്ഥമുണ്ട്. ഇവിടെ ലാസ്റ്റ് എന്നുള്ളത് ക്രിയയാണ്, വെർബാണ്. അപ്പം നിലനിൽക്കുന്ന എന്നർത്ഥം. ദ എൻറ്റയർ വിൻ്റർ, എൻറ്റയർ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നർത്ഥം. വിൻ്റർ സമയത്തേക്ക് മുഴുവൻ നിലനിൽക്കുന്ന ഫുഡായിരുന്നില്ല അത്, കുറഞ്ഞ ഭക്ഷണം കൊടുത്തുള്ളൂ. വെൻ ഹീ ട്രൈഡ്, അവൻ ശ്രമിച്ചപ്പോൾ. ടു ആസ്ക്, ചോദിക്കാൻ. ഒരു വെർബിൻ്റെ മുന്നിൽ ടു എന്നാൽ ചെയ്യാൻ എന്നുള്ള അർത്ഥം ഉണ്ടാവുക. അതാണ് ടു ആസ്ക്, ചോദിക്കാൻ. ടു ടേക്ക്, എടുക്കാൻ. ടു ഗിവ്, നൽകാൻ. ടു ആസ്ക്, ചോദിക്കാൻ. ടു റിപ്ലൈ, മറുപടി കൊടുക്കാൻ. അങ്ങനെ
ദ ആൻഡ് ഉറുമ്പിനോട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ എഗെയിൻ വീണ്ടും ദ ആൻഡ് റിപ്ലൈഡ് ഉറുമ്പ് മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? ഐ ആം സോറി മൈ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തെ സോറി പറയാണ്. മൈ ഫുഡ് ഈസ് ജസ്റ്റ് ഇനഫ് ഫോർ മൈ ഫാമിലി. മൈ ഫുഡ് ഈസ് ജസ്റ്റ് ഇനഫ്, എൻ്റെ ഫുഡ് ആകെ ഉള്ളൂ. ഫോർ മൈ ഫാമിലി, എൻ്റെ ഫാമിലിക്കുള്ളതേ ഉള്ളൂ. ടു ലാസ്റ്റ്, നിലനിൽക്കാൻ. അണ്ടിൽ ദ എൻഡ് ഓഫ് വിൻ്റർ, വിൻ്ററിൻ്റെ അവസാനം വരെ. അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നർത്ഥം. ദ എൻഡ് ഓഫ് വിൻ്റർ, വിൻ്ററിൻ്റെ അവസാനം വരെ. ഇഫ് ഐ ഗിവ് യു മോർ, ഇഫ് ഐ ഗിവ് യു, ഞാൻ നിനക്ക് നൽകുകയാണെങ്കിൽ, മോർ കൂടുതൽ നൽകുകയാണെങ്കിൽ, വി ടു ഞങ്ങളും, വിൽ സ്റ്റാർവ് ഞങ്ങളും പട്ടിണി കിടക്കും. സ്റ്റാർവ് പട്ടിണി കിടക്കുക എന്നർത്ഥം. വി ഹാഡ് ദ എൻറ്റയർ സമ്മർ, വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്നു എന്നർത്ഥം. അതായത് ഉറുമ്പ് ഇയാളെയും കൂട്ടിയിട്ട് പറയാണ്, ഈ പച്ചക്കുതിരയെയും കൂട്ടി പറയാണ്. നമുക്കുണ്ടായിരുന്നു ദ എൻറ്റയർ സമ്മർ സമയം മുഴുവൻ ഉണ്ടായിരുന്നു. ടു പ്രിപ്പയർ തയ്യാറെടുക്കാൻ, ഫോർ ദി വിൻ്റർ വിൻ്ററിന് വേണ്ടി. ബട്ട് പക്ഷേ യു ചോസ് തിരഞ്ഞെടുത്തു എന്നർത്ഥം. ചൂസ് എന്നതിൻ്റെ പാസ്റ്റാണ് ചോസ്. ചൂസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. ചോസ് തിരഞ്ഞെടുത്തു. അപ്പോൾ പക്ഷേ നീ തിരഞ്ഞെടുത്തു ടു പ്ലേ കളിക്കാൻ, ഇൻസ്റ്റഡ് പകരം. ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം. അപ്പോൾ ഞാൻ ഭക്ഷണം ശേഖരിക്കുന്ന സമയം നീ കളിക്കുകയായിരുന്നു അർത്ഥം. കഥ ഇവിടെ അവസാനിച്ചു. ഇനി കഥയുടെ മോറൽ നോക്കാം. മോറൽ ഓഫ് ദി സ്റ്റോറി, കഥയുടെ ഗുണപാഠം. വിൻ്റർ ഇൻ ദി സ്റ്റോറി, ഈ സ്റ്റോറിയിലുള്ള വിൻ്റർ എന്ന് പറഞ്ഞാൽ അത് റെപ്രസെൻറ്റ്സ്, അത് സൂചിപ്പിക്കുന്നു. റെപ്രസെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രതിനിധാനം ചെയ്യുക, സൂചിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ സ്റ്റോറിയിലെ വിൻ്റർ എന്ന സംഭവം അത് പ്രസൻസ്, അത് സൂചിപ്പിക്കുന്നു എ ടൈം, ഒരു സമയത്തെ. ഇൻ അവർ ലൈവ്സ്, നമ്മുടെ ജീവിതത്തിൽ. ലീവ്സ് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സമയം. വെൻ ഫുഡ് ആൻഡ് റിസോഴ്സസ് ആർ സ്കെയേഴ്സ്, വെൻ ആ സമയത്തിൽ ഫുഡ് ഭക്ഷണവും ആൻഡ് റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങളും ആണ് സ്കെയേഴ്സ് വളരെ ദുർലഭമാണ്, ആ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് ടൈം, ഒരു സമയമാണ്. വെൻ എവ്രിതിങ് ഈസ് അബണ്ടൻറ്റ്, എല്ലാം സമൃദ്ധമായ സമയമാണ്. അപ്പോൾ സമ്മർ എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ സമയം, വിൻ്റർ എന്ന് പറഞ്ഞാൽ ദുർലഭമായ സമയം. സോ അതുകൊണ്ട് ഇഫ് യു ഹാവ് എ ലോട്ട് റൈറ്റ് നൗ, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സമയമുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, എ ലോട്ട് ഒരുപാട് ഉണ്ടെങ്കിൽ, ഒരുപാട് സമയം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നർത്ഥം. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, സേവ് സം ഓഫ് ഇറ്റ്, അതിൽ അല്പം നിങ്ങൾ സേവ് ചെയ്യുക ഫോർ ദി വിൻ്ററിന് വേണ്ടി. ഇതാണ് ഈ കഥയുടെ മോറൽ.